ഹലോ. കുറെ പണം തന്നെ ഒതുക്കാമെന്ന് കരുതിയല്ലേ? അന്ന് വലിയ ശീലാവതിയെ പോലെ ഇറങ്ങി ഓടിയല്ലോ. നിനക്കറിയാമോ, ഒരു വാക്കന്ന് ഞാൻ രവിവർമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ വീട്ടിൽ കാണത്തില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോകൂ, പോകാൻ. രവിയേട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ എന്റെ ജീവിതം തകർക്കരുത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ദയവേത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഒന്നല്ല, പല പ്രാവശ്യം. I want you. ഹലോ, ഇതാര്? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഹണിമൂൺ രാത്രി ഒന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ആയിരിക്കാം. എന്ത് പറ്റി? ഓ, പ്രണയകലഹമായിരിക്കും ആശാന്റെ പ്രോബ്ലം. അത് സോൾവ് ചെയ്യാനേ ഒരു പണിയുണ്ട്. താനെന്നെ എന്റെ വീട്ടിൽ വന്നിരുന്നോ? ഞാനും ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. തനിച്ചിരുന്ന 5 സിനിമ ഉണ്ട്. 6ാമത്തെ എന്റെ ക്ലൈമാക്സ് ആയപ്പോഴാണ് തന്റെ വരവ്. ഇതാ പിടി. നീ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ നടക്കേണ്ട കാര്യം? അതെ, നിന്റെ ഭാര്യ മേഴ്സിയില്ലേ, അവളോട് ചോദിക്കാം. ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയണം അല്ലേ? നോക്കടാ നിന്റെ തമ്പുരാട്ടിയുടെ മഹത്വം. ഇതും പോരെങ്കിൽ പറ. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അവളെ വരുത്താം. താന്നു നിനക്ക്. എടീ, നിന്നെ ഞാനെല്ലാം പറയാം രവിയേട്ട. ഇനി നീയൊന്നും പറയണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് തൃപ്തിയായി. അറിഞ്ഞതൊന്നും സത്യമല്ല രവിയേട്ട. ഞാൻ രവിയേട്ടനെ വഞ്ചിച്ചിട്ടില്ല. മതി. ഞാനൊരു മൃഗമായി പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയിക്കോളൂ. രവിയേട്ട, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ്. ഈ രാത്രി തന്നെ. എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തന്നെ കൊണ്ടുവിടാം. എന്നെ പറഞ്ഞയക്കരുത് രവിയേട്ട. ഈ കൈകൾ കൊണ്ട് വേണമെങ്കിൽ എന്നെ കൊന്നോളൂ. എന്നാലും നിന്നെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ വരുന്ന ഞാൻ സ്നേഹിച്ചു. മേഴ്സി, പ്ലീസ്, എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് ഇവിടെ പോകൂ. പ്ലീസ്, ഗെറ്റ് ലോസ്റ്റ്. കോടതിയിൽ ഞാൻ വീറോടെ കേസ് വാദിച്ചു. പക്ഷേ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നുവെന്ന് വിധിയുണ്ടായപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്റെ മേഴ്സിയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ കോടതി വിട്ടിറങ്ങുന്ന മേഴ്സിയെ തിരിച്ചു വിളിക്കാൻ എന്റെ മനസ്സ് കൊതിച്ചതാണ്.
എന്തോ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ വിളിച്ചാൽ എന്റെ മേഴ്സി വരുമായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി കുറേയേറെ വൈകിയാണ് ഞാൻ വീട്ടിൽ വന്നത്. മേഴ്സിയുടെ ഫോട്ടോ കണ്ടത് മുതൽ ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് എനിക്ക് തോന്നി. വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ പോകും? അപ്പോഴാണ് മേഴ്സിയുടെ ഒരു പെട്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് മേഴ്സിയുടെ അടുത്ത് പോകാമല്ലോ. രവിയേട്ടനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്നേഹം അതേ അളവിൽ മടക്കി കൊടുക്കുവാൻ സാധിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എത്ര പെട്ടെന്നാണ് എല്ലാം നടന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു ദിവസമാണെന്ന്. ഞാനും രവിയേട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം അന്ന് അജിത് ആദ്യമായാണ് വീട്ടിൽ വരുന്നത്. അയാളുടെ കയ്യിൽ കുറെ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. എന്റെ നഗ്ന ഫോട്ടോകൾ സ്റ്റുഡിയോയിലെ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ അറിയാതെ എടുത്തതാണത്രേ. ആ ഫോട്ടോകൾ കാട്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയോടെ നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വരൂ. നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. പോയി കിടന്നോളൂ. നീ അതും ഇത് ഓർത്ത് മനസ്സ് വിഷമിക്കാതിരിക്കും. വിവാഹമോചനം കഴിഞ്ഞ എത്രയോ പേർ ഒന്നു ചേർന്നിരിക്കുന്നു. നിന്റെ നല്ല മനസ്സ് എന്നെങ്കിലും ഈശ്വരൻ കാണാതിരിക്കില്ല. പോട്ടെ, കഥ അടച്ച് കിടന്നോളൂ.
പോലീസിനോട് പറ. ഞാനല്ല. പോലീസിനെ വിളിച്ചോണ്ട് ആരെങ്കിലും. ഞാനല്ല എന്റെ മേഴ്സിയെ കൊന്നത്. ഞാനല്ല. ഞാനല്ല. നിയമത്തിന്റെ മുമ്പിൽ തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. അജിത്തിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ കോടതി പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഏക തെളിവ് മേഴ്സിയുടെ ആ ഡയറി മാത്രമായിരുന്നു. ആ കാറിനോടൊപ്പം അത് വന്നെരിഞ്ഞു പോയി. മരിക്കാൻ എനിക്ക് ഭയമുള്ളത് കൊണ്ടല്ല ഞാൻ ജയിൽ ചാടിയത്. അജിത്ത് അവനോട് ഇതിന് പ്രതികാരം ചോദിച്ചില്ലെങ്കിൽ എന്റെ മേഴ്സിയുടെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല. ഇനി ഞാൻ പോയിക്കോട്ടെ മോൾ. നിങ്ങൾ അപ്പുറത്ത് പോയി പരിശോധിക്കും. വേഗം പോ. എന്താ തുറക്കാൻ എത്ര താമസം? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. രവിവർമ്മ എവിടെ? ഇവിടെ ഇല്ല. കംപ്ലീറ്റ് പരിശോധിക്കും.